ഹായ്. സുകുമാർ ഡയറക്ട് ചെയ്ത അല്ലു അർജുൻ ഹീറോയായ 2021 റിലീസായ പടമാണ് പുഷ്പ. നമ്മളെല്ലാവരും കണ്ട പടമാണ്. പുഷ്പ 2 റിലീസാകുന്നതുകൊണ്ട് തന്നെ ഞാൻ പുഷ്പ 1 ഒന്നുകൂടി കണ്ടു നോക്കി. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പുഷ്പ അങ്ങനെ വലിയ പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരു മാസ് ആക്ഷൻ പടമായിട്ടാണ് എനിക്ക് രണ്ടാമത് കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഇതിൽ എല്ലാ ഒരു ടിപ്പിക്കൽ മാസ് ആക്ഷൻ പടത്തിലും വേണ്ട എല്ലാ എലമെൻസും ചേർത്തിട്ടുള്ള അങ്ങനെ പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. പക്ഷേ അല്ലു അർജുൻ്റെ ആ ഒരു ക്യാരക്ടർ, പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത് അവതരിപ്പിച്ചിട്ടുള്ള രീതി, പിന്നെ അയാളുടെ അഭിനയം നോക്കിക്കഴിഞ്ഞാലും സാധാരണ അല്ലു അർജുൻ്റെ ഏറ്റവും അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് നന്നായിട്ട് ഡാൻസ് ചെയ്യും, അതുപോലെ തന്നെ ആക്ഷൻ പെർഫോം ചെയ്യുന്നതിലും അദ്ദേഹത്തിന് നല്ലൊരു കഴിവുള്ള ആക്ടറാണ്. പക്ഷേ ഈ പടത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹം ഇമോഷണൽ ആയിട്ടുള്ള സീനുകളൊക്കെ ചെയ്യുന്നതിൽ ഗംഭീരമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. ആ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഏതൊരു സാധാരണക്കാരനും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അയാൾ ജനിച്ചു വളരുന്നത്. അയാളുടെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ അയാൾ വലിയ ഇൻസെക്യൂർ ആയിട്ടൊരു വ്യക്തിയാണ്, നല്ല വൾണറബിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാൾക്ക് അങ്ങനെ പറയത്തക്ക വലിയൊരു ഹൈ പ്രൊഫൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏറ്റവും ലോ ലെവലിൽ ജനിച്ച് വളർന്ന് ഒരു കൂലിപ്പണിക്കാരനായിട്ട് വളർന്ന് വന്ന് പിന്നീട് ഒരു വലിയ ചന്ദനക്കടത്തുകാരനായിട്ട് മാറുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഒരു എലവേഷൻ, ഈ ഒരു ഗ്രാഫ് നോക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ഒരു ഇന്ത്യൻ ഓഡിയൻസിനൊക്കെ വല്ലാണ്ട് ആവേശം ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടർ ആർക്കാണ് ഈ സിനിമയിൽ നമ്മുടെ തിരക്കഥാകൃത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. അതായത് ഇയാൾ വളരെ ഇൻസെക്യൂർ ആണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഇയാളുടെ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ ഇയാളുടെ അമ്മ ഇയാളുടെ അച്ഛൻ്റെ ഒരു എക്സ്ട്രാ അഫെയർ ആയിരുന്നു. അപ്പോൾ അവരൊരിക്കലും അത് അംഗീകരിച്ചിട്ടില്ല. അതായത് ഇയാളുടെ സർനെയിം ഇപ്പോൾ ഇയാൾ സ്കൂളിൽ പറയുന്ന സമയത്ത് പോലും അവരുടെ വീട്ടുകാർ വന്നിട്ട് അയാളുടെ സ്റ്റെപ്പ് ബ്രദറെല്ലാം വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കല്യാണത്തിന്റെ സമയത്തൊക്കെ വന്നിട്ട് ഈ സ്റ്റെപ്പ് ബ്രദർ അവിടെ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്കൊരു പറയാനൊരു അഡ്രസ് ഇല്ലാത്തതിന്റെ പ്രശ്നമുണ്ട്, ഒരു സർനെയിം ഇല്ലാത്തതിന്റെ പ്രശ്നമുണ്ട്. ഈ പ്രശ്നം ഇയാൾ സ്കൂളിൽ പഠിക്കുന്നത് തൊട്ട് വലിയ ചന്ദനക്കടത്തുകാരനാവുന്നത് വരെ ഈ ഒരു ഇൻസെക്യൂരിറ്റി ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഈ വലിയ ചന്ദനക്കടത്തുകാരനായിട്ട് നമ്മുടെ ബൽദേവിനെ കാണാൻ പോകുന്ന സമയത്തും ബൽദേവയുടെ ബ്രാൻഡിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അവിടെയും ഇയാൾ ട്രിഗർ ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഇയാളുടെ സർനെയിമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇയാളുടെ ഈ ഒരു ക്യാരക്ടർ ആർക്ക്, അതായത് ഇയാൾ ഫിനാൻഷ്യലി ഒന്ന് സെറ്റായി വരുന്നുണ്ടെങ്കിൽ പോലും ഇയാളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതേപോലെ നിലനിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രശ്നമാണ് ഈ പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എപ്പോഴും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനൊരു ഹൈ പ്രൊഫൈലിലേക്ക്, അതായത് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരാളായി മാറാനായിട്ട് ഇയാളൊന്ന് ഫോഴ്സ് ചെയ്യുന്നത് തന്നെ ചിലപ്പം ഇയാളുടെ ഇത്തരം പ്രശ്നങ്ങളായിരിക്കും. പിന്നെ ഈ സിനിമയിൽ എനിക്ക് കുറച്ച് ബോറായി തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ റൊമാൻറ്റിക് ട്രാക്കാണ്. അതായത് നമ്മുടെ രശ്മികയുടെ ആ ഒരു കഥാപാത്രം. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ജനിച്ചു വളർന്ന ഒരാള് ഒരിക്കലും ഒരു പാർട്ട്ണറിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലുള്ള വളരെ പൈങ്കിളി ആയിട്ടുള്ള ആ ഒരു ട്രാക്ക് മാറ്റിയിട്ട് കുറച്ചുകൂടി മെച്ചുവർ ആയിട്ടുള്ള രീതിയിൽ അയാൾക്ക് അപ്രോച്ച് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ സിനിമയല്ല, ചിലപ്പോൾ തെലുങ്ക് ഓഡിയൻസിനൊക്കെ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. പക്ഷെ എന്നാലും ഈ പൈസ കൊടുത്ത് ചിരിക്കുക, പൈസ കൊടുത്ത് ഉമ്മ ചോദിക്കുക എന്നാണ് പറയുന്നത് കുറച്ച് ബോറായിട്ടുള്ള അല്ലെങ്കിൽ ക്രിഞ്ച് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ആ ഒരു ട്രാക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു അമ്മ, അതുപോലെ തന്നെ നമ്മുടെ പൈസ കൊടുത്താൽ ചിരിക്കുന്ന രശ്മികയും, പിന്നെ ഈ പാൻപരാഗ് ചേർക്കുന്ന മറ്റേ നമ്മുടെ മംഗളം ശ്രീനുവിൻ്റെ ഭാര്യ. അപ്പോൾ ആ ഒരു റോള് മംഗളം ശ്രീനുവിൻ്റെ ഭാര്യ കുറച്ച് അടിപൊളിയായിരുന്നു. പക്ഷെ അതുപോലത്തെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അത്യാവശ്യം ഡെവിളിഷ് ആയിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് വില്ലന്റെ ഭാര്യമാരൊക്കെ ആയിട്ട് വരുന്ന ചില കഥാപാത്രങ്ങൾ നമ്മൾ മുമ്പ് തമിഴ് സിനിമയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയ പുതുമയൊന്നും പറയാനൊന്നുമില്ല. അപ്പൊ ഈ സിനിമ നോക്കിക്കഴിഞ്ഞാൽ പുതുമയായിട്ട് നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളെ തന്നെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്, ഒരു അവിയലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ബോറടിപ്പിക്കില്ല സിനിമ. അതിൽ ബോറടിപ്പിക്കുന്ന മീൻസ് നമുക്ക് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കണ്ടതാണെങ്കിൽ പോലും ഇത് അവതരിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൊക്കെ ചില പുതുമകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പടത്തിന്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഡാൻസും കോറിയോഗ്രഫിയൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം തെലുങ്ക് പടം വന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ട് തന്നെ അവർ ചെയ്യും, നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇതിലത്തെ നെഗറ്റീവ് ഷെയ്ഡുള്ള വില്ലന്മാരാണ്. അതായത് നമ്മുടെ റെഡ്ഡി ബ്രദേഴ്സ്, മറ്റേ കൊണ്ട റെഡ്ഡി, പിന്നെ അയാളുടെ മണ്ടന്മാരായിട്ടുള്ള രണ്ടനിയന്മാര്, എന്തൊരു ജാളി റെഡ്ഡിയും വേറൊരു മണ്ടം കൂടിയുണ്ട്. പിന്നെ നമ്മുടെ സുനിലിന്റെ കഥാപാത്രം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം അയാൾ ഈ പുഷ്പ ശരിക്കും ഈ ചന്ദനക്കടത്ത് ഡീലിങ്സിലേക്ക് വരുന്നതിനെക്കാട്ടിലും മുമ്പ് ഈ മൊത്തം ടീമിനെയും പിടിച്ചു നിർത്തുന്നത് ശരിക്കും നമ്മുടെ സുനിലിന്റെ കഥാപാത്രമാണ്. അതായത് മംഗളം ശ്രീനുവിന്റെ കഥാപാത്രമാണ്. മംഗളം ശ്രീനു അത്യാവശ്യം ഈ തൊഴിലാളികളെല്ലാം പറ്റിക്കുന്നുണ്ടെങ്കിൽ പോലും അതായത് എല്ലാ പ്രോഫിറ്റും ഇയാൾ എടുത്തിട്ട് നക്കാപ്പിച്ച പൈസയാണ് ഈ താഴെയുള്ള ആൾക്കാർക്കെല്ലാം കൊടുത്തിരുന്നത്. പക്ഷേ ഈ പുഷ്പ വരുന്നത് വരെ ഈ ഒരു സിസ്റ്റം കൊണ്ടുപോയത് നമ്മുടെ മംഗളം ശ്രീനുവിന്റെ ക്യാരക്ടറാണ്. ആ ഒരു
പവർ അയാൾക്ക് കാണാനുണ്ട്. അതായത് ആ വ്യക്തിയെ എന്താണ് പോർട്രേ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലുക്ക് നോക്കിക്കഴിഞ്ഞാലും, അയാളുടെ സംസാരം നോക്കിക്കഴിഞ്ഞാലും, അയാളുടെ കോസ്റ്റ്യൂം നോക്കിക്കഴിഞ്ഞാലും, ആളുകളോട് ഡീൽ ചെയ്യുന്ന രീതി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പവർ ശരിക്കും ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇയാളുടെ ഒരു അളിയൻ ഉണ്ടായിരുന്നു. അളിയനെ പിന്നെ പടമാക്കുന്നുണ്ട് നമ്മുടെ പുഷ്പ. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കഥാപാത്രം, പക്ഷെ ആ കഥാപാത്രത്തിന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായില്ല. അത് ആ പോലീസുകാരനാണ്. അതായത് ഫഹദിന്റെ ക്യാരക്ടർ വരുന്നതിനേക്കാൾ മുമ്പായിട്ട് ഒരു DSP ഉണ്ടല്ലോ. പക്ഷെ അയാൾ ഇങ്ങനെ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടും, പിന്നെ അപ്രത്യക്ഷനാവും, ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടും. അയാളുടെ ലുക്കും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ ഇയാളെ എന്താണ് ആ ക്യാരക്ടറിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവസാനത്തെ ഒരു 20 മിനിറ്റിൽ നമ്മുടെ ഫഹദ് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. അത് വേറെ തന്നെ ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത്. ഇതിന്റെ എക്സ്റ്റൻഡഡ് വേർഷനാണ് നമ്മൾ പുഷ്പ 2 കാണാൻ വേണ്ടി പോകുന്നതെങ്കിൽ അല്ലു അർജുൻ കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും. കാരണം രണ്ടും എന്താണ് ഈഗോയുടെ എക്സ്ട്രീമാണ്. അതായത് പുഷ്പ ആദ്യമായിട്ട് ബൽദേവിനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത്, ഇയാൾ കല്യാണം വിളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ പൈസ എല്ലാം കൊടുത്തതിന് ശേഷം പുഷ്പയെ നല്ല രീതിയിൽ തേച്ചൊട്ടിച്ചിട്ടാണ് ബൽദേവ് വിടുന്നത്. അതിനുശേഷം ഈ പുഷ്പയ്ക്ക് തീരെ സമാധാനം കിട്ടുന്നില്ല. അയാൾ കല്യാണത്തിന് തൊട്ട് മുമ്പുള്ള ആ ഒരു മൊമെന്റിൽ ബൽദേവിനെ പോയി കണ്ടിട്ട് അയാളെ മൊത്തം അയാൾ എന്താണ് ഈ ഇന്നർ വെയറിൽ മാത്രം നിർത്തിച്ചിട്ട്, നിന്നെ തിരിച്ചറിയാൻ നിന്നെ തിരിച്ചറിയണമെങ്കിൽ നിനക്ക് യൂണിഫോം ആവശ്യമുണ്ട്, യൂണിഫോം ഇല്ലാതെ നിന്നൊരു പട്ടി പോലും തിരിച്ചറിയില്ല എന്ന് പറയും. പക്ഷെ പുഷ്പ എങ്ങനെ നടന്നാലും പുഷ്പയെ തിരിച്ചറിയും. അതാണ് പുഷ്പയുടെ ബ്രാൻഡ് എന്നിട്ട് ഇയാള് വെടിവെച്ചതിന് ശേഷം കയ്യിലെ ബ്ലഡ് എല്ലാം എടുത്ത് ഷട്ടിൽ തേക്കില്ലേ. അതായത് അൾട്ടിമേറ്റ്ലി അയാളുടെ സ്വത്വം എന്താണെന്ന് പുഷ്പ ശരിക്കും ബൽദേവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബൽദേവ് ഈ ഇന്നർ വെയറുമായിട്ട് അയാളുടെ വീട്ടിൽ പോകുന്ന സമയത്ത് പുഷ്പ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും. അയാളുടെ നായ പോലും ഈ ബൽദേവിനെ തിരിച്ചറിയുന്നില്ല, ഷെക്കാവത്തിനെ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു ഈഗോ പ്രശ്നം ഭയങ്കരമാണ്. അപ്പൊ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ വരുന്ന സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. ഇനി പുഷ്പ 2 ഫസ്റ്റ് ഹാഫോടെ തന്നെ നമ്മുടെ ഷെക്കാവത്തിനെ അടിച്ച് പടമാക്കിയിട്ട് ചുമരിൽ തൂക്കാനാണ് ഡയറക്ടർ വിചാരിച്ചിട്ടുള്ളതെങ്കിൽ ഒരു പക്ഷേ ഫഹദിനെ വെല്ലുന്ന, അല്ലെങ്കിൽ ഈ ഷക്കാവത്തിന്റെ ക്യാരക്ടറിനെ വെല്ലുന്ന മറ്റൊരു വില്ലനെ കൊണ്ടുവരേണ്ടി വരും. അതെനിക്ക് തോന്നുന്നു വളരെ വലിയ ഒരു ടാസ്ക് ആയിരിക്കും തോന്നുന്നു. ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ഈഗോയാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിൽ കാണാൻ വേണ്ടി പോകുന്നെങ്കിലില്ലേ സിനിമ അടിപൊളിയായിരിക്കും. സോ നമുക്ക് കണ്ടുനോക്കാം. വലിയ പുതുമകളൊന്നും ഇല്ലാത്ത പക്ഷെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു പടമായിട്ടാണ് പുഷ്പ എനിക്ക് ഫീൽ ചെയ്തത്. എന്താണ് നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു എന്റർടൈൻമെന്റ് പടമായിരുന്നു. പിന്നെ അടിപൊളി ആക്ഷനും നല്ല കോറിയോഗ്രാഫിയും. സോ വെയിറ്റിംഗ് ഫോർ പുഷ്പ 2.